ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് കാർണിവൽ ബ്രേക്കിംഗ് അവേഴ്സിൽ നമുക്കൊരു സ്ഥലത്തേക്ക് പോയാലോ? തിരുവനന്തപുരത്തെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ചർച്ചിലേക്കാണ്. ക്രിസ്മസ് ദിനത്തിൽ വെട്ടുകാട് പള്ളിയിലേക്ക് പലയിടങ്ങളിൽ നിന്നായി വിശ്വാസികൾ എത്തുകയാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. ആർ റോഷിപാൽ, വെട്ടുകാട് പള്ളി ഒരു ഗൃഹാതുരത്വമുള്ള ഓർമ്മയാണ് എനിക്കും. എങ്ങനെയുണ്ട് ഇന്നത്തെ ക്രിസ്മസ് ദിനത്തിലെ കാഴ്ചകൾ? സുജയ, ഇന്നലെ തിരുപ്പിറവി വലിയ ആഘോഷമായിരുന്നു വെട്ടുകാട് പള്ളിയിൽ. പക്ഷേ ഇന്നും പല ഭാഗങ്ങളിൽ സുജയ്ക്കറിയാം, ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ തിരുവനന്തപുരത്ത് നിന്ന ദേവാലയം കൂടിയാണ്. ഇന്നും സ്വാഭാവികമായി നേരത്തെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. താരതമ്യേന ഉച്ചയായതോടെ തിരക്ക് കുറഞ്ഞു. പക്ഷേ പല ഭാഗങ്ങളിൽ ഇങ്ങനെ വിശ്വാസികൾ എത്തുന്നുണ്ട്. ഈ പലയിടങ്ങളിൽ നിന്ന് അവരെത്തി അവർ പ്രാർത്ഥിച്ച് മടങ്ങുകയാണ്. ചേച്ചി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? തിരുവനന്തപുരത്ത്. ഓക്കെ, ആഘോഷങ്ങൾ എവിടെ എത്തി? അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് മടങ്ങാം. അതെ, ജോലി സ്ഥലത്തിനാണ് ഇപ്പൊ ഞങ്ങൾ വന്നത്. ഇവിടെ ജോലി ചെയ്യുന്നത് SP മെഡി ഫോർട്ട് ഇഞ്ചക്കല്. അവിടെ ആഘോഷത്തിലാണോ? അവിടെ ആഘോഷം കഴിഞ്ഞ ആഘോഷത്തിലാണ് ഇറങ്ങിയത്. അപ്പൊ ഇതുപോലെ ആഘോഷത്തിനൊക്കെ വന്ന് ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ച് മടങ്ങുകയാണ്. ഇന്ന് രാവിലെയൊക്കെ ഇവിടെ ചടങ്ങുകൾ, തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായി റോഷിപാലാണ് വെട്ടുകാട് പള്ളിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നത്. വെട്ടുകാട് പള്ളിയിലെ കാഴ്ചകൾ അത് കാണുന്നതിനായി പള്ളിയിലേക്ക് തീർത്ഥാടന കേന്ദ്രമാണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ അവിടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. റോഷിപാൽ തുടരുന്നുണ്ടെന്ന് കരുതുന്നു. റോഷിപാൽ, ഇന്നലെ രാത്രിയും അതോടൊപ്പം ഇന്നും അവിടെ എത്തിച്ചേരുക എന്നുള്ളത് കാലങ്ങളായി ആഗ്രഹിച്ച് അങ്ങനെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്തവണ എങ്ങനെയാണ്? സുജയ, പതിവ് പോലെയാണ്. നമുക്കറിയാം, വെട്ടുകാട് ദേവാലയത്തിലേക്ക് എപ്പോഴും വിശ്വാസികൾ എത്തുന്നതാണ്. അത് പതിവാണ്. എവിടുന്നാ ചേട്ടാ വന്നിരിക്കുന്നത്? ഞാൻ നെടുമങ്ങാട്. അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ ഇന്നത്തെ ദിവസം ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീടുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. അതിന്റെ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.